നമസ്കാരം സർ. എമ്പുരാൻ സിനിമയുടെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഒടുവിൽ നടൻ മോഹൻലാൽ വന്ന് ഖേദപ്രകടനം നടത്തുന്നു സോഷ്യൽ മീഡിയകളിൽ. മാത്രമല്ല റീസെൻസറിംഗ് ഉണ്ടാവും, റീ എഡിറ്റിംഗ് ഉണ്ടാവും എമ്പുരാന് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. താങ്കളുടെ ഒരു നിലപാട്? അതായത് പടം ഈ പറയുന്നത് പോലെ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. എമ്പുരാൻ ചർച്ച കേരളത്തിനപ്പുറം ഇന്ത്യയിലുടനീളം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറയുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പോലും ഇത്തരത്തിലൊരു പടം കേരളത്തിൽ ഇറക്കിയിരിക്കുന്നു. അതിനകത്ത് ഈ പറയുന്ന മോഹൻലാലാണ് പ്രധാനപ്പെട്ട നടൻ, അല്ലെങ്കിൽ പൃഥ്വിരാജ് ഉണ്ട്, ഈ പ്രധാനപ്പെട്ട ഈ മുരളി ഗോപി ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ വരുന്ന ചില വാർത്തകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് ഈ രീതിയിൽ കട്ടിങ് വരെ ഈ പറയുന്ന പ്രൊഡ്യൂസർമാർ, അല്ലെങ്കിൽ 17 കട്ടിങ് ഞങ്ങൾ ഇതിനകത്ത് കട്ട് ചെയ്തോളാം എന്ന് പ്രൊഡ്യൂസർമാരും അല്ലെങ്കിൽ തിയേറ്റർ ഉടമകളും ഒക്കെ തീരുമാനിക്കുന്നത് തന്നെ ആ പടത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ട്, ആ പടത്തിനകത്തെ പ്രശ്നങ്ങൾ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി അതിന്റെ പുറകിൽ വലിയൊരു പണി വരും എന്ന് കണ്ട് സ്വമേധയാ ചെയ്യുന്നു, അല്ലെങ്കിൽ മോഹൻലാൽ ഇടപെടുന്നു, അല്ലെങ്കിൽ മുരളി ഗോപി ഇടപെടുന്നു എന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും ഈ പടത്തിനകത്തെ കണ്ടന്റിനകത്ത് അതൃപ്തി രേഖപ്പെടുത്തി എന്ന് ഈ പറയുന്ന സംവിധായകനും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നടനായിട്ടുള്ള ഈ പൃഥ്വിരാജിനും ഒക്കെ മനസ്സിലായി ഭയന്നു ഇരിക്കുന്നു എന്നുവരെ വാർത്തകൾ വരുന്നു. ഇതിനകത്ത് നമ്മൾ ഈ പറയുമ്പോൾ ഒരു സിനിമ ഒരു വലിയ ബഡ്ജറ്റ് സിനിമയാണ്. ആ സിനിമയ്ക്കകത്തെ സാധാരണ സിനിമയ്ക്കകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, സാധാരണ സിനിമയ്ക്കകത്തെ കണ്ടന്റ് ഇതുപോലെ ഉള്ള സിനിമയാണെങ്കിൽ അതിന്റെ കണ്ടന്റ് ഏതാണ്ട് വെളിയിൽ വരും. നമുക്ക് കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന പടം റിലീസ് ആവുന്നതിന് മുമ്പ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ പടം എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ അല്ലെങ്കിൽ കാശ്മീർ പണ്ഡിറ്റുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ അല്ലെങ്കിൽ ലവ് ജിഹാദ് ഈ വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. കേരള സ്റ്റോറീസ് അല്ലെന്ന് തോന്നുന്നു, മറ്റേ കാശ്മീർ ഫയൽസ് ഉണ്ട്, കേരള സ്റ്റോറീസ് ഉണ്ട്. കാശ്മീർ ഫയൽസിനകത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവിടുന്ന് ഈ പറയുന്നത് പോലെ കാശ്മീരിൽ നിന്നുള്ള പണ്ഡിറ്റുകളുടെ പാലായനത്തിന് കാരണമായിട്ടുള്ള വിഷയം പറയുന്ന സിനിമയാണ്. പിന്നെ ആ സിനിമ അന്നേ ചർച്ചയാണ്. ആ സിനിമയുടെ കണ്ടന്റ് എന്താണ് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു അവസ്ഥയാണ്. അത് സെൻസറിങ്ങിനകത്ത് വരുന്നു, അല്ലെങ്കിൽ സെൻസറിങ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ പടം ഇറക്കാവുന്ന രീതിയിൽ വരുന്നു. അതുപോലെ കേരള സ്റ്റോറീസ് ലവ് ജിഹാദ്, അല്ലെങ്കിൽ ഇവിടെ ആ രീതിയിൽ ജിഹാദ് ഏതൊക്കെ രീതിയിൽ നടക്കുന്നു, അതിനകത്ത് ഈ പറയുന്ന പെൺകുട്ടികളെ കൊണ്ടുപോയി സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്നു. അതൊന്നും, പക്ഷെ ഈ സിനിമയ്ക്കകത്ത് ഈ സിനിമ അങ്ങനത്തെ ഒരു സിനിമ അല്ലായിരുന്നു. അതാണ് ഈ സിനിമയുടെ ഉള്ളടക്കം. ഇപ്പൊ ഏറ്റവും അവസാനം മോഹൻലാൽ പറയുന്നത് എനിക്ക് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞു. അഭിനയിച്ച പ്രധാനപ്പെട്ട നടൻ മോഹൻലാൽ എന്ന് പറയുന്ന നടന് പോലും പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആൾക്കാർക്ക് നൊന്തു, എന്റെ പ്രേക്ഷകർക്ക് നൊന്തു എന്ന് കണ്ടുകൊണ്ട് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആ സിനിമ ഞാനും റിജക്ട് ചെയ്തു എന്നല്ലേ അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ പറഞ്ഞു. ആ സിനിമ ഇത്രയും 250 കോടിക്കകത്ത് മുടക്കിയിട്ടുണ്ടെന്ന് പറയുന്ന സിനിമയുടെ പ്രധാനപ്പെട്ട നടൻ പറയുന്നു ഞാനും ആ സിനിമയെ തള്ളിപ്പറയുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏതാണ്, ആ സിനിമ ഒരു അജണ്ടയുടെ ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അതായത് ഈ ഇന്ത്യയിൽ വളരെ ദീർഘമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ഒരു വിഷയത്തെ കേന്ദ്രീകരിക്കുന്നു, ആ വിഷയത്തിന്റെ യാഥാർത്ഥ്യം മറച്ചു പിടിക്കുന്നു, ആ വിഷയം ഗുജറാത്ത് കലാപമാകുന്നു. ഇന്ത്യക്കകത്ത് ഇന്ത്യ വിഭജന സമയത്ത് നമുക്കറിയത്തില്ലേ, ഇന്ത്യ വിഭജന സമയത്തെ കഥ ഈ ആൾക്കാർ ആരും പറയാത്തത്? അതിനകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്ത്യ വിഭജനത്തിന് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ, മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ കൊന്നു കൂട്ടിയ കഥകളൊക്കെ പറയാത്ത എന്താ? അത് പറഞ്ഞാൽ ആൾക്കാർക്ക് ഗുണമാകത്തില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകൾ ഇനിയും പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട. വീണ്ടും ആ നോവുകൾ പുതിയ തലമുറ ഏറ്റെടുത്ത് സ്പർദ്ധ ഉണ്ടാവണ്ട എന്ന് കണ്ടായിരിക്കും ആൾക്കാർ പറയാത്തതെന്ന് നമുക്ക് വിചാരിക്കാം. അതുപോലെ തന്നെ ഗുജറാത്ത് കലാപം പറയുമ്പോൾ ആ ഗുജറാത്ത് കലാപം ഒരു പ്രത്യേക പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് പറയുന്നു. മാത്രവുമല്ല, ഗുജറാത്ത് കലാപം ഇവിടുത്തെ സുപ്രീം കോടതി ഉൾപ്പെടെ ഉള്ളവർ അതിനകത്ത് ട്രെയിൻ തീവെപ്പ് കേസിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ക്രിമിനൽസിനെ കണ്ടെത്തി ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നെ ആൾക്കാരുടെ താല്പര്യം അനുസരിച്ച് വിലയിരുത്തുന്നില്ലേ, ആൾക്കാരെ ശിക്ഷിച്ച കാര്യമല്ലേ. അത് വീണ്ടും ഏറ്റെടുത്ത് ഏതാണ്ട് 25 വർഷം മുമ്പുള്ള ഒരു കലാപം, ആ ഒരു കലാപം മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ള രീതിയിലേക്ക് ആ കലാപം കൊണ്ടുവരില്ലേ. അതിനുവേണ്ടി ഇത്രയും റിസ്ക് ഒരു നടൻ വളരെ ഒളിച്ചു കടത്തി നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അജണ്ടയില്ലേ. അതാണ് ഇപ്പൊ ചർച്ചയായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എമ്പുരാൻ, ഈ പറയുന്നത് പോലെ ലൂസിഫറിന്റെ ബാക്കി എന്ന് പറയുന്നത്, ലൂസിഫർ എന്ന് പറയുന്ന സിനിമയും ഇപ്പൊ ദീർഘമായിട്ട് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഒരു ആന്റി ക്രൈസ്റ്റ് മൂവ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരുന്നു അതിനകത്ത് അജണ്ട. അത് പക്ഷെ അന്ന് അനുസരിച്ചില്ല. ഇപ്പൊ അതിനുശേഷം വന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, നമ്മളന്ന് കണ്ട ഖുറേഷി ഒരു വില്ലൻ, ആ വില്ലൻ ലോകത്ത് എന്ത് ചെയ്യുന്നു? അയാൾ ലോകത്ത്, ആ വില്ലനെ നമ്മളന്ന് കണ്ടിരുന്ന വില്ലൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു വില്ലൻ. അയാൾ ലോകവും
ക്ലിയർ ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ് ലോകത്ത് എന്ത് ചെയ്യുന്നു, ലോകത്തെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്. അവസാനം ആ വില്ലനെ നോക്കിയിരുന്ന നമ്മൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് നടന്ന ഒരു കലാപം, ആ കലാപം ആസൂത്രിതമാണെന്നും ആ കലാപം ഉണ്ടാക്കിയവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്നും ആ കലാപത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി എന്നും ഇതുപോലെ നേരായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിലേക്കാണ് ഇവിടെ സിസ്റ്റംസ് എല്ലാം പോകുന്നതെന്നും അതിന്റെ ഭാഗമാണ് ഇവിടുത്തെ NIA എന്നും അതിന്റെ ഭാഗമാണ് ഇവിടുത്തെ പറയുന്ന CBI എന്നും അതിന്റെ ഭാഗമാണ് ED എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ കുഴപ്പത്തിലേക്ക് മാത്രം ചിത്രീകരിക്കുന്ന ഒരു സിനിമ, അത് പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഓരോരുത്തരുടെ ഏറ്റുപറച്ചിൽ വരുമ്പോൾ അതിന്റെ തിരക്കഥാകൃത്ത് പറയുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല, എന്റെ കയ്യിൽ തിരക്കഥ മേടിച്ചുകൊണ്ട് പോയി തിരുത്തിയതാണ്. ഏറ്റവും മഹാനടൻ എന്ന് പറയുന്ന മോഹൻലാൽ മാപ്പ് പറയുന്ന ഒരവസ്ഥ. ഇവിടുത്തെ ആൾക്കാർ വർഗീയമായിട്ട് ചേരിതിരിഞ്ഞ് ഒരു ഭാഗം സിനിമ ശരിയാണെന്ന് പറയുന്നു, ഒരു ഭാഗം സിനിമ തെറ്റാണെന്ന് പറഞ്ഞു. അതായത് ഇതിനകത്ത് ഈ സിനിമ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ ഒരു പക്ഷേ ഇതേ രീതിയിൽ ഒരു വർഗീയ ധ്രുവീകരണം 25 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഇവിടുത്തെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളവർ എഴുതി തള്ളിയതും അല്ലെങ്കിൽ മറക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന കലാകാരൻ ഉണ്ടാകുന്നു. അതിനകത്ത് എത്ര രൂപ മുടക്കിയാലും ആ പടം എടുക്കണം, അല്ലെങ്കിൽ ആ പടം അത്രയ്ക്ക് ശ്രദ്ധയിൽ കോടികൾ മുടക്കി ഹോളിവുഡ് സ്റ്റൈലിൽ ഇന്ത്യക്ക് പുറത്ത് ലോകത്തുടനീളം, ഇപ്പൊ ലോകം മൊത്തമല്ലേ റിലീസ്, അമേരിക്കയിൽ റിലീസ് ഇല്ലേ, എവിടൊക്കെ റിലീസ് ചെയ്യാമോ അവിടെ എല്ലാം റിലീസ് ചെയ്തിട്ടില്ലേ, ഈ പടമല്ലേ ലോകം മൊത്തം കാണുന്നത്. ഈ പടം ലോകം മൊത്തം കാണിക്കുമ്പോൾ ഇന്ത്യയുടെ ഇമേജ് എവിടെ പോകും? ഇവിടെ കേരളത്തിനകത്ത് നമുക്കിപ്പം എനിക്കും ഇതിനൊക്കെ ഇവിടുത്തെ RS-കാരും അല്ലെങ്കിൽ ഇവിടുത്തെ VD സതീശനും അല്ലെങ്കിൽ ഇവിടുത്തെ പിണറായി വിജയനും എല്ലാം കൂടെ പിണറായി വിജയൻ ശരി, VD സതീശൻ പറയുന്നു ശരിയാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ RS-കാരൻ തെറ്റാണെന്ന് പറയുന്നു. നമ്മളിവിടെ കാണുന്ന ഒരു കളമല്ലല്ലോ ഇന്ത്യക്ക് വെളിയിൽ. ഇതേ പ്രൊപ്പഗണ്ട കൊണ്ടല്ലേ BBC വന്നത്, ലോകത്തുടനീളം അവർക്ക് ഇത് പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന അവസ്ഥ വന്നു. അതിനെ പോലും തടയിട്ട് അത് ശരിയല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് BBC-യെ തള്ളിപ്പറഞ്ഞ് അവർക്ക് വേണ്ട ശിക്ഷാ നടപടികൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നടപ്പാക്കിയ ഇന്ത്യ മഹാരാജ്യത്ത് വീണ്ടും അതേ ഒരു സാധനം അല്ലെങ്കിൽ അതേ ഒരു അജണ്ടയുമായിട്ട് ഇവിടെ വന്ന് അത് പാസ്സാക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെന്ന് വിചാരിക്കുന്നതിനകത്ത് തെറ്റ് പറയാൻ പറ്റുമോ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനകത്തേക്ക് ആരും കടന്നു കയറണമെന്ന് ഇവിടുത്തെ VD സതീശനും പിണറായി വിജയനും ഒക്കെ പറയുമ്പോൾ ഇത്തരത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു കലാപമാണ്, ആ കലാപകാരികളാണ് ഇന്ത്യ ഭരിക്കുന്നത്, അതിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ ഈ സിസ്റ്റം. ഇതിന് മാറ്റം വരണം. അവർ കേരളത്തിലും കൂടെ ഭരണം പിടിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ളിടത്ത് ബോംബിടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയ്ക്കകത്ത് എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ MD-യുടെ ചന്തു എന്ന് പറയുന്ന സിനിമ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയാം. നമ്മളിലൊക്കെ മനസ്സിലുണ്ടായിരുന്ന ചതിയൻ ചന്തുവിനെ മാറ്റി അദ്ദേഹത്തിന്റെ ഒരു ചന്തുവിനെ ഉണ്ടാക്കി. അതിനകത്ത് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. മനസ്സിലായി? ചതിയൻ ചന്തു എന്ന് പറഞ്ഞ പുരാണത്തിലെ ആ ചന്തുവിനെ മാറ്റിയിട്ട് ആ ചതിയൻ ചന്തുവിനെ പുള്ളിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൂടി ചതിയൻ ചന്തു അല്ല, അദ്ദേഹത്തിന് അങ്ങനെ പേര് കിട്ടിയതാണ്, അദ്ദേഹത്തിനെ അങ്ങനെ ആക്കിയതാണ്. അദ്ദേഹത്തിന് ഒരു മിടുക്കനായിരുന്നു, അദ്ദേഹത്തെ ചില ആൾക്കാർ അങ്ങനെ ആക്കിയെടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് MD അന്നൊരു സിനിമ ഇറക്കിയത് ഓർമ്മയില്ലേ, ഒരു വടക്കൻ വീരഗാഥ. അതാണ് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അന്ന് 2002 നടന്ന കലാപത്തിനകത്ത് അന്ന് ഈ കലാപം എന്താണെന്ന് അറിയാതെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് 23 വയസ്സാകുമ്പോൾ സിനിമ കാണാൻ താല്പര്യപ്പെടുമ്പോൾ, ഇതുവരെ ഹോളിവുഡ് സിനിമകൾ ഇഷ്ടപ്പെടുമ്പോൾ അതിനകത്തു നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ കലാപം ഇവിടെ നടന്നിരുന്നു, അതൊരു സ്പർദ്ധയുടെ കലാപമായിരുന്നു, മുസ്ലിങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഒരു കലാപമായിരുന്നു എന്ന് വൺ സൈഡ് മാത്രം പിടിച്ചു പറയുന്ന ഒരവസ്ഥ. അതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ 75 കൊല്ലം സ്വാതന്ത്ര്യത്തിന് കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ നടന്ന കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കുന്നു. കൂടാതെ ഈ കലാപം ഏകപക്ഷീയമായിട്ട് ചിത്രീകരിക്കുന്നു. ഇതിനകത്തൊക്കെ അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പൊ അതല്ലല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം, അത് നമ്മൾക്ക് പറയേണ്ടി വരുന്നു. ഇപ്പൊ നമ്മളിരുന്ന് എമ്പുരാനെ പറ്റി പറയുന്നത് എന്താണ്? അതിനകത്ത് ഒരു അജണ്ട ഉണ്ടെന്ന് കണ്ടോണ്ടല്ലേ ഇത് പറയുന്നത്. ഈ രീതിയിൽ ചർച്ചയാകുമ്പോൾ ഇതിനകത്ത് രണ്ട് പക്ഷമായിട്ട് മാറുകയില്ല. ഇപ്പൊ തന്നെ ഇതിനകത്ത് പല ഫേസ്ബുക്ക് പോസ്റ്റുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ എമ്പുരാന് വേണ്ടി പറയുന്ന ആൾക്കാർ അതിനകത്ത് ആവേശം കൊള്ളുന്നത് എന്താണ്? എമ്പുരാന് വേണ്ടി പറയുന്ന ആൾക്കാർ, ശരിയാണെന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ വളരെ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ അവർക്കെല്ലാം ഉള്ള ഒരു അജണ്ട ഈ പൃഥ്വിരാജ് പാസ്സാക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക്, മതേതരത്വ ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, നട്ടലുള്ളവനാന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരുടെ പോസ്റ്റുകൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് നട്ടലുള്ളതോ അല്ല ആവിഷ്കാര സ്വാതന്ത്ര്യമോ ഒന്നുമല്ല വിഷയം.
അവരാഗ്രഹിക്കുന്നത് പോലെ ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ഉതകുന്ന രീതിയിലേക്കുള്ള ഒരു പടമാണ് എമ്പുരാൻ എന്ന് കാണുമ്പോൾ അതിനകത്ത് പൃഥ്വിരാജിനെയും അല്ലെങ്കിൽ അതിന്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാരെയും ഒക്കെ പുകഴ്ത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇത് ശരിയല്ല, ഇത് അതിന്റെ മറുപുറം പറയുമ്പോൾ ഇത് ശരിയല്ല, ഇതിനകത്ത് ചില പ്രത്യേക മതത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും ഇവിടുത്തെ സിസ്റ്റത്തെയും ഒക്കെ മോശമാക്കുന്നതിന് വേണ്ടി ആരുടെയൊക്കെയോ താല്പര്യത്തിനനുസരിച്ച് എടുത്ത ഒരു പടമാണ്. അതുകൊണ്ടാണ് ഈ പടം ഇത്രയും ഗോപ്യമായിട്ട് വെച്ചിരുന്ന് വെളിയിലിറക്കിയത്. പ്രധാനപ്പെട്ട നടന് പോലും അത് മനസ്സിലാവാതെ പോയെന്നുള്ള രീതിയിലെ കാര്യങ്ങൾ വരുന്നു. അപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് ശരിയാണെന്ന് ഉറക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിനെ പറ്റി മനസ്സിലാക്കണം. ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എപ്പോഴും ആ കലാകാരൻ നാടിന്റെ ഗുണത്തിനുതകുന്ന രീതിയിലേക്കായിരിക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ പണ്ട് മുതലേ അത്തരത്തിലല്ലാത്ത കലകളെയും അല്ലെങ്കിൽ അത്തരത്തിലല്ലാത്ത ആവിഷ്കാരങ്ങളെയും ഒക്കെ നിരോധിച്ചിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് പുറകോട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. എന്ത് അജണ്ടയും, അത് രാജ്യവിരുദ്ധതയായാലും ആ രാജ്യത്തെ ഭരിക്കുന്ന ആൾക്കാരുടെ പുറത്ത് അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനോ അവരെ മോശമാക്കുന്നതിനോ ഒക്കെ വേണ്ടിയായാലും അത് ആവിഷ്കാര സ്വാതന്ത്ര്യം ആണെന്ന് പറയുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ല എന്ന് കണ്ടിട്ട് പറയേണ്ട ഒരവസ്ഥയും ഇവിടെ ഉണ്ടാകും. അതാണ് ഇപ്പൊ എമ്പുരാനിലൂടെ സംഭവിച്ചത്. ഏതായാലും എമ്പുരാൻ ഒരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട തിരിച്ചറിഞ്ഞു. ആ അജണ്ടകൾ ഇനിയും പാസ്സാക്കാൻ ഒരാവിഷ്കാര സ്വാതന്ത്ര്യക്കാരനും വരാതിരിക്കട്ടെ. ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരത്തിൽ സിനിമകളും അല്ലെങ്കിൽ കലാകാരന്മാരും ഒക്കെ സ്പർദ്ധ വളർത്തുന്നതിനും പക്ഷം പിടിക്കുന്നതിനും അതിനകത്തു നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുന്നതിനും നിൽക്കാതെ ഈ പറഞ്ഞ മോഹൻലാലിന് തിരിച്ചറിഞ്ഞതുപോലെ നിങ്ങളെ നടനാക്കിയതും നിങ്ങളെ കലാകാരനാക്കിയതും നിങ്ങളുടെ കലയും നടനവും ഒക്കെ ശുദ്ധമായ രീതിയിൽ ശരിയാണെന്നുള്ള രീതിയിൽ അംഗീകരിച്ച ആൾക്കാർ കൂടെ നിന്നതുകൊണ്ടാണ്. അതിന് തെറ്റ് വരുന്ന രീതിയിൽ നിങ്ങളുടെ പുറകിൽ ആളുണ്ട്, നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട്, നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ലോകം കേൾക്കുമെന്ന് കണ്ടുകൊണ്ട് ഏതെങ്കിലുമൊക്കെ അജണ്ടയുടെ ഭാഗം നിന്ന് പറയാൻ നിങ്ങൾ തയ്യാറായാൽ ഇതുവരെ വിശ്വസിച്ചിരുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ കാണത്തില്ല. നിങ്ങൾ നാളെ സെലിബ്രിറ്റി ആവത്തില്ല, നിങ്ങൾ നാളെ നല്ല കലാകാരനാകത്തില്ല. അത് മനസ്സിലാക്കിയാണ് മോഹൻലാൽ മാപ്പ് പറഞ്ഞത്. എന്റെ പ്രേക്ഷകർക്ക് നൊന്തെങ്കിൽ മാപ്പ്. അതായത് മോഹൻലാലിന് അറിയാം, മഹാനടനാക്കിയവർ തിരിഞ്ഞു പറഞ്ഞു തുടങ്ങി. നാളെ കാലത്തെ മഹാനടൻ അല്ലാതാവുന്നതിന് അധികം സമയം വേണ്ട. ഏതായാലും ഈ പറയുന്ന എമ്പുരാൻ ഉണ്ടാക്കിയ ഒളിച്ച് കടത്തിയ പൃഥ്വിരാജെ നിങ്ങളെ കുറെ കാലമായിട്ട് ആൾക്കാർ നിങ്ങളുടെ ഒരു ഭാഗമാണെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ആ ചർച്ചയ്ക്ക് പൂർണ്ണമായ ഉത്തരം കൊടുക്കുന്ന ഒരു സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. നാളെ കാലത്തെ എത്ര കലാകാരനാന്ന് പറഞ്ഞാലും നിങ്ങൾ വന്നാൽ നിങ്ങളെ സംശയത്തോടു കൂടിയേ വീക്ഷിക്കത്തുള്ളൂ. നിങ്ങളെ ഏറ്റെടുത്ത ജനങ്ങൾ, ഒരുപക്ഷെ അതിനകത്ത് ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ നിങ്ങളുടെ പുറകിൽ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവും, അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. ഏതെങ്കിലുമൊക്കെ നേട്ടത്തിന് വേണ്ടിയും ഏതെങ്കിലുമൊക്കെ ആരുടെയൊക്കെ താല്പര്യത്തിന് വേണ്ടി ആണ് ഇത് ചെയ്തതെങ്കിൽ ഇനിയും പരിശോധിക്കുക, തിരുത്തുക. നിങ്ങൾക്ക് തെറ്റുപറ്റി.